പാലക്കാട്ട് ചരിത്ര ഭൂരിപക്ഷവുമായി UDF-ന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ. ചെങ്കോട്ടയാണ് ചേലക്കരയെന്ന് ഉറപ്പിച്ച LDF-ന്റെ UR പ്രദീപ്. വയനാട് ചുരത്തിന് മുകളിൽ 4 ലക്ഷം കടന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം. അതേസമയം മഹാരാഷ്ട്രയിൽ വമ്പൻ വിജയവുമായി BJP നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം. അതേസമയം ജാർഖണ്ഡിൽ ഭരണം നിലനിർത്തുകയാണ് ഇന്ത്യ സഖ്യം. പാലക്കാടും ചേലക്കരയും വയനാടും എഴുതിയ വിധി പുറത്തു വന്നിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ മണ്ഡലങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു അതുതന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് അവസാനവും. പാലക്കാട് UDF-ഉം ചേലക്കരയിൽ LDF-ഉം വയനാട്ടിൽ UDF-ഉം തന്നെ. പക്ഷേ വാശിയേറിയ പോരാട്ടത്തിനൊടുവിലെ വിജയങ്ങളുടെ മാറ്റു കൂടുതലാണ്. പാലക്കാടുണ്ടായത് കൂട്ടായ്മയുടെ വിജയമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധത ഉണ്ടായിട്ടില്ല എന്നും നുണപ്രചാരണങ്ങളെ അതിജീവിച്ചാണ് LDF മികച്ച വിജയം നേടിയെന്നും UR പ്രദീപും പറഞ്ഞു. വയനാട്ടിലെ സ്നേഹത്തിന് പ്രിയങ്ക ഗാന്ധി നന്ദി അറിയിക്കുകയും ചെയ്തു. കൂട്ടായ്മയുടെ വിജയമാണ് ഇത്, പാലക്കാടിൻ്റെ വിജയമാണ് ഇത്. പാലക്കാട് ആഗ്രഹിച്ച വിജയം. ആഗ്രഹിച്ചതെന്ന് പറയുന്നത് എന്നെ ആഗ്രഹിച്ചു എന്നല്ല, പാലക്കാട് ആഗ്രഹിച്ചത് മതേതരത്വത്തിൻ്റെ വിജയമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ കള്ളപ്പണക്കാരനാക്കിയില്ലേ? ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിലല്ലേ? ഒരു സ്ഥാനാർത്ഥിയോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരു മനുഷ്യനോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? കള്ളപ്പണ ഇടപാടുകാരനാക്കിയില്ലേ? അതൊക്കെ പാലക്കാട്ടെ ജനം കാണുമെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ. തുടക്കം മുതൽ ഈ പ്രചരണ ഘട്ടത്തിലെല്ലാം ഞാൻ പറഞ്ഞു, ഈ ചോദ്യങ്ങൾ എല്ലാ മാധ്യമങ്ങളും എന്നോട് ചോദിച്ചപ്പോഴെല്ലാം ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ഞങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ ചെല്ലുമ്പോൾ അവരുടെ ജീവിത പ്രയാസമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ഈ സർക്കാർ നല്ലപോലെ ഇടപെടുന്നു. ആ ഇടപെടുന്ന കാര്യത്തിൽ ഒന്നും കൂടെ ഊർജിതപ്പെടുത്തി തരാൻ, അത് പറയാൻ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു ജനപ്രതിനിധി ഇവിടുന്ന് വേണം. അത് UR പ്രദീപ് ജയിക്കണം എന്ന് തന്നെ തുടക്കം മുതൽ പറഞ്ഞ് അത് ഇപ്പോൾ നടപ്പിലാക്കി കിട്ടിയിട്ടുണ്ട്. UDF-നുണ്ടായ തിരിച്ചടി എങ്ങനെയാണ് കാണുന്നത്? അവർ മനസ്സിലാക്കിയ കാര്യമാണ്. ഇത്ര നുണകൾ പറഞ്ഞും വർഗീയ പ്രചരണങ്ങളും അപവാദ പ്രചരണങ്ങളെല്ലാം നടത്തുന്നത് നിർത്തിയാൽ കോൺഗ്രസ് ഒരുപക്ഷെ രക്ഷപ്പെട്ടു എന്ന് വരും. ഈ അൻവറിന്റെ പാർട്ടിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു, അത് വലിയൊരു വോട്ട് നേടും, സർക്കാരിനെതിരായ വികാരം അവർക്ക് വോട്ടായി മാറുമെന്നൊക്കെ വലിയ അവകാശവാദം ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. അത് നമ്മൾ കണ്ടില്ലോ. ഇപ്പോൾ ഓരോരുത്തരും വാടകയ്ക്ക് നാവ് എടുത്തിട്ടാണ് ഈ സർക്കാരിനെതിരായിട്ടുള്ള ആയുധമായിട്ട് വന്നേരുന്നത്. അത് ജനം ഇപ്പോൾ മറുപടി കൊടുത്തു. ഇതിനപ്പുറം ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. I want to thank the people of Wayanad from my heart for giving me the honor to represent them, for giving me so much love in my whole campaign while I was there, and then for voting for me in the manner that they have. It's a testament to the fact that my brother worked hard there, and their love for him and their trust in me. So I feel it's a great honor and I will respect it fully. I just was happy getting the love of the people. നമ്മുടെ പ്രതിനിധികൾ അല്ലമീൻ പാലക്കാട് നിന്നും, അർജുൻ മട്ടന്നൂർ ചേലക്കരയിൽ നിന്നും, VS രഞ്ജിത്ത് വയനാട് നിന്നും, TV പ്രസാദ് വിശകലനവുമായി ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ്. ആദ്യം അല്ലമീനിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഉണ്ണിബാലകൃഷ്ണൻ, അല്ലമീനോട്ടുള്ള ചോദ്യം ചോദിക്കാം. അല്ലമീൻ, യഥാർത്ഥത്തിൽ പാലക്കാട് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് നടന്നത്. ആ പാലക്കാട് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു വന്നിരിക്കുന്നു. എന്നാൽ ഇത്രയേറെ വിവാദങ്ങൾ മൂടിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. ആ വിവാദങ്ങൾക്കൊടുവിൽ ചിത്രം തെളിയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പാലക്കാട് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം? പൊതുതെരഞ്ഞെടുപ്പിൽ പോലും ഇത്രമേൽ വിവാദങ്ങളും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നു വന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ചരിത്രം സമീപകാലത്തൊന്നും കേരള രാഷ്ട്രീയത്തിൽ ചൂണ്ടിക്കാണിക്കാനാവില്ല. അത്തരത്തിൽ വല്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങളാണ് കഴിഞ്ഞ 1.5 മാസം പാലക്കാട് കണ്ടതെന്നതിൽ സംശയമില്ല. ആ പ്രചരണങ്ങൾക്കപ്പുറം, ആ വിവാദങ്ങൾക്കപ്പുറം എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിലും വലിയ ആശങ്കയും ആശയക്കുഴപ്പവും അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു കൺഫ്യൂഷനും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. UDF-ന്റെ കോട്ടയാണ്, UDF-ന്റെ സിറ്റിംഗ് സീറ്റാണെന്ന് പറയുമ്പോഴും ഒരു ഈസി വാക്ക് ഓവർ അവിടെ സാധ്യമല്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു
പാലക്കാട് എന്ന രീതിയിൽ വരെ രാഷ്ട്രീയ വിശകലനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം അപ്രസക്തമാക്കുന്ന ഒരു ചരിത്ര വിജയമാണ് UDF പാലക്കാട് നേടിയതെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിവാദങ്ങൾ ജനങ്ങൾ ഒരു തരത്തിലും ജനങ്ങളിലേക്ക് ദേശീയിട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നേടിയിരിക്കുന്ന ഭൂരിപക്ഷം. UDFനെ സംബന്ധിച്ച്, രാഹുലിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് മണ്ഡലം നിലനിർത്തി എന്നതിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഫലവും തിരഞ്ഞെടുപ്പ് ലഭിച്ച ഭൂരിപക്ഷവുമാണ് പാലക്കാട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. VD സതീശനെ സംബന്ധിച്ച്, ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച്, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഒരുപക്ഷെ മുന്നോട്ടുള്ള അവരുടെ രാഷ്ട്രീയ പ്രയാണത്തിൽ ഉണ്ടാകാനിടയുള്ള പല തടസ്സങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ടാണ് ഈ വലിയ ഭൂരിപക്ഷം അത് കുത്തനെ ഉയർന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരുപക്ഷെ നേരെ മറിച്ചാണ് ഒന്ന് സംഭവിച്ചിരുന്നതെങ്കിൽ അത് രാഹുലിന്റെ പരാജയമോ അല്ലെങ്കിൽ ഭൂരിപക്ഷം കുത്തനെ ഇടിയുന്നൊരു സാഹചര്യമൊക്കെ ആയിരുന്നു സംഭവിച്ചതെങ്കിൽ മറുപടികൾ പലതും പറയേണ്ടി വന്നേനെ. അത് VD സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെ പല വിഷയങ്ങൾക്കും മറുപടി പറയേണ്ടി വന്നേനെ. പല ചോദ്യങ്ങൾ ഇനിയും അവർക്ക് മേൽ പാർട്ടിയിൽ ഉയർന്നു വരാനുള്ള സാധ്യതകൾ നിലനിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെല്ലാം അപ്രസക്തമാക്കുന്ന തരത്തിലൊരു വിജയമാണ് UDFന് ഇപ്പോൾ അവകാശപ്പെടാനാകുന്നത് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ആ അർത്ഥത്തിൽ രാഷ്ട്രീയ മാനങ്ങൾ പലതുള്ളപ്പോൾ തങ്ങൾക്ക് മുന്നിൽ രൂപപ്പെട്ട ഉരുണ്ടുകൂടിയ പ്രതിസന്ധികളെയും മറ്റും തരണം ചെയ്യാൻ അവർക്കായി എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഇന്നിപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള ആഹ്ലാദ പ്രകടനത്തിൽ ഷാഫിയുടെയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ശരീരഭാഷയും അവർ നൃത്തച്ചുവടുകൾ തീർക്കുന്നതുമൊക്കെ കാണുമ്പോൾ മനസ്സിലാകും അവർ എത്രത്തോളം ആഗ്രഹിച്ചിരുന്ന, സ്വപ്നം കണ്ടിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന ഒരു വിജയമാണ് എന്നതിന്റെ പ്രതിഫലനം കൂടിയായി പാലക്കാട് വിധി മാറുകയാണ്. അവിടെ ഒരു പരീക്ഷണത്തിലേക്ക് LDF പോയി. CPM ചിഹ്നമില്ലാതെ ഒരു സ്വതന്ത്രനെ കൊണ്ടുവന്നു, അതും കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും ഇറങ്ങി വന്ന സ്വതന്ത്രനെ. അതുകൊണ്ട് അവിടെ പാലക്കാട് പ്രചാരണത്തിൽ സജീവമായി ആ മുഖം കാണിക്കാനും അതുവഴി ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുമൊക്കെ സാധിച്ചു. പക്ഷേ അത് വോട്ടായി മാറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫലം വരുമ്പോൾ പാലക്കാട് LDFന് കൂടിയത് 860 വോട്ടാണ്. NDക്ക് നഷ്ടമാകുന്നത് 10,671 വോട്ടാണ്. ഈ രണ്ട് ക്യാമ്പുകളും എങ്ങനെ വിലയിരുത്തുന്നു ഈ നഷ്ടത്തെ? സ്മൃതി, വിവാദങ്ങൾ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന വിവാദങ്ങൾ പലതും പലപ്പോഴും സാധാരണ ജനങ്ങളെ ഏതെങ്കിലും തരത്തിലൊക്കെ നേരിട്ടോ അല്ലാതെയൊക്കെ സ്പർശിക്കുന്ന വിഷയങ്ങളാണ് സാധാരണഗതിയിൽ അത്തരത്തിൽ വിവാദങ്ങളായി വരാറ്. പക്ഷെ നോക്കൂ, നമ്മുടെ പാലക്കാട് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉയർന്നു വന്ന വിവാദങ്ങളൊന്നും തന്നെ ഒരു സാധാരണക്കാരനെയും ഒരു തരത്തിലും ബാധിക്കുന്നതായിരുന്നില്ല. അത് സരിൻ കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് പോയതായിരുന്നാലും, പെട്ടി വിവാദമായിരുന്നാലും, പണമിടപാട് ആരോപണമായിരുന്നാലും, ട്രോളി വിവാദമായിരുന്നാലും, K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്തായിരുന്നാലും, അങ്ങനെ ഒരു വിഷയവും ആ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ സാധാരണക്കാരനെ ഒരാളെപ്പോലും ആ അർത്ഥത്തിൽ ബാധിക്കുന്നതായിരുന്നില്ല. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനൊരു ഫ്യൂവലാകും, ഇന്ധനമാകും എന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും താഴെത്തട്ടിൽ സ്പർശിക്കുന്ന വിഷയങ്ങളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിനെ ആ അർത്ഥത്തിൽ മുഖവിലേക്കെടുത്തില്ല എന്നുള്ളത് ഏറെ പ്രധാനമാണ്. രാഷ്ട്രീയത്തിൽ ഈ തരത്തിലുള്ള വിവാദങ്ങളുമായി മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗുണമാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്, അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുന്നൊരു ഫലം കൂടിയാണ് പാലക്കാട്ട് കണ്ടത് എന്നുള്ള കാര്യത്തിലും സംശയമല്ല. പാലക്കാട് ഈ വിവാദങ്ങൾ, രാഷ്ട്രീയ വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോഴും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അനവധി വിഷയങ്ങളുണ്ടായിരുന്നു, നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു. അതൊന്നുപോലും പക്ഷേ ആ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല പുറമേ എന്നുള്ളതാണ്. പക്ഷേ താഴെത്തട്ടിൽ ജനങ്ങളത് ചർച്ച ചെയ്തു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ജനങ്ങൾ അതുകൂടി മുൻനിർത്തിയാണ് വിധി എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. ഒരു ചോദ്യം കൂടി, ഈ തെരഞ്ഞെടുപ്പിൽ സരിൻ വരുന്നത് വഴി 860 വോട്ടിന്റെ ഒരു നേട്ടം അവിടെ ഇടതുപക്ഷം ഉണ്ടാക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള മാർജിൻ ഡിഫറൻസ് വളരെ കുറയുകയും ചെയ്തു. 2200 വോട്ടിന്റെ വ്യത്യാസമേ അവരുടെ ഇടയിലുള്ളൂ. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലെയിം വന്നത്, ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഏറെക്കുറെ വന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യം തന്നെ ക്ലെയിമുമായി വന്നത് സന്ദീപ് വാര്യരായിരുന്നു. സന്ദീപ് വാര്യരാണ് യഥാർത്ഥത്തിൽ ഏതാണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി കോൺഗ്രസിന് പിടിച്ചു കൊടുത്തത് എന്ന മട്ടിലുള്ള ഒരു അവകാശവാദത്തോടുകൂടി തന്നെയാണ്, ഏറെക്കുറെ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. താനൊരു ചീള് കേസാണെന്ന് പറഞ്ഞവർക്ക് ഇതാ മറുപടി ആയിരിക്കുന്നു മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ അദ്ദേഹം ക്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ സന്ദീപ് വാര്യരുടെ ഒരു വരവ് എന്തെങ്കിലും തരത്തിൽ മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് ഒരു തിരിച്ചടിയാവുകയോ അതൊരു കോൺഗ്രസിനൊരു നേട്ടമാവുകയോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിലയിരുത്തൽ ഈ സമയത്ത്, അത് വളരെ ഏർലിയാണ് എങ്കിൽ കൂടിയും അങ്ങനെ എന്തെങ്കിലും ഒരു വിലയിരുത്തൽ ആ ക്യാമ്പുകളിൽ നടക്കുന്നുണ്ടോ?
അങ്ങനെ തന്നെ അനുമാനിക്കേണ്ടി വരും ഉണ്ണി ബാലകൃഷ്ണൻ. പ്രത്യേകിച്ച് BJPക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ പലതുണ്ടായിരുന്നു. അത് സന്ദീപ് വാര്യറുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, അല്ലാതെ തന്നെ കൃഷ്ണകുമാറിനെതിരായിട്ടുള്ളൊരു വികാരം കഴിഞ്ഞ കുറേ നാളുകളായി ജില്ലയിലെ പാർട്ടിയിലുണ്ട്. ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുയരുന്ന വിഷയങ്ങളിൽ ശോഭാനുകൂലികൾക്ക് പ്രശ്നങ്ങളുണ്ട്. സന്ദീപ് വാര്യരുടെ പ്രശ്നങ്ങൾ ആ നിലയിലുണ്ടായിരുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു തരത്തിൽ BJPയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രശ്നങ്ങൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച ശേഷം അമ്മയെ കാണുന്ന ദൃശ്യങ്ങളാണ്. നേതാക്കൾ മുഴുവനുണ്ട്. ഇപ്പോൾ പാലക്കാട്ടെ ഫ്ളാറ്റിൽ അമ്മയുണ്ട്. ഷാഫി പറമ്പിലും PC വിശ്വനാഥും അൻവർ സാദത്തും ഒക്കെ ഒപ്പമുണ്ട്. അമ്മയുടെ സന്തോഷ ചിരിയാണ്. അടൂരിൽ നിന്ന് വന്ന് പാലക്കാട്ട് ഫ്ളാറ്റ് എടുത്ത് മകന്റെ പ്രചാരണ കാര്യത്തിലൊക്കെ ഉടനീളം അമ്മയും ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെ ഒരു ആനന്ദ കണ്ണീർ കൂടി നമുക്ക് കാണാം. ഇനി ഞങ്ങളുടെ വീട് പാലക്കാടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുലിന്റെ കുടുംബം പാലക്കാട്ടേക്ക് വന്നത്. ചേച്ചിയായിരുന്നു സഹോദരിയായിരുന്നു ഏറ്റവും കൂടുതൽ കോൺഫിഡൻസോടെ പറഞ്ഞത് പാലക്കാട്ട് ഞങ്ങൾ താമസം മാറ്റുന്നു. അമ്മയ്ക്കൊപ്പം ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്തു. നാളത്തെ പത്രങ്ങളിലെ ഫ്രണ്ട് പേജ് പടം ഇതായിരിക്കും. അതെ. അങ്ങനെ അടൂരുകാരൻ പാലക്കാട്ടുകാരനായി മാറിയിരിക്കുകയാണ്. അമ്മയെ ബീനാമ്മ എന്നാണ് വിളിക്കുന്നത്. ഇക്ബാൽ, പാലക്കാട്ട് ചേച്ചിക്കൊരു ഉമ്മ. ചേച്ചിയായിരുന്നു ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് അടൂര് മുതലേ. ഇക്ബാൽ അറക്കൽ. സുജിയ, തീർച്ചയായും രാഹുൽ ഇപ്പോൾ വിജയം നേടിയതിന് ശേഷം ഇപ്പോൾ പാലക്കാട് തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ അമ്മയും അതുപോലെ തന്നെ സഹോദരിയും അവരുടെ കുടുംബവും എല്ലാം ഉണ്ട്. അവരെ ഈ സന്തോഷം പങ്കിടുന്ന വേളയിലാണ് ഇപ്പോൾ രാഹുലിനൊപ്പം തന്നെ ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ PC വിഷ്ണുനാഥ് MLA, PK ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അൻവർ സാദത്ത് MLA ഉൾപ്പെടെയുള്ളവർ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയതിനു ശേഷം അമ്മയെ ചേർത്ത് പിടിച്ച സന്തോഷം പങ്കുവച്ചതിന് ശേഷം ഷാഫിയും രാഹുലും ചേർന്ന് വീട്ടിനകത്തേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. ഇനി മധുരം കഴിച്ചതിന് ശേഷം രാഹുലിന്റെ അമ്മയുടെയും പ്രതികരണം. അതെ പഴയ MLA മൈൻഡ് ചെയ്യണം. സന്തോഷം, ഒത്തിരി സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. വളരെ സന്തോഷം. ചേച്ചിയോട് ചേച്ചിയാണ് എല്ലാ സപ്പോർട്ടും. അമ്മയേക്കാൾ മത്സരിക്കാൻ പോകുമ്പോഴേക്കും ഈ ഭൂരിപക്ഷം അടക്കം ചേച്ചിയാണ് വീട്ടിൽ പ്രവചിച്ചതാണ്. തീർച്ചയായും സുജിയ, തീർച്ചയായും രാഹുലിന്റെ സഹോദരി ചേച്ചിക്കൊരു ഒരു അഭിനന്ദനം കൊടുക്കണം ഇക്ബാൽ. വളരെയധികം സന്തോഷം. അതിന് ഞാൻ നന്ദി പറയുന്നത് പാലക്കാട്ടെ ജനങ്ങൾക്കാണ്. പിന്നെ അവനെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ച് അവൻ്റെ പ്രസ്ഥാനത്തോട് ഞങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും. അതെന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാവാതിരിക്കത്തില്ല, ഞാനൊരു അമ്മയല്ലേ. അപ്പോൾ അതിൻ്റെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും എന്തായാലും അത് കള്ളമാണെന്ന്. ഓക്കെ, കൂടുവാ. അങ്ങനെ അത്രയൊന്നും ചിന്തിച്ചിട്ടില്ല. അത് വിഷ്ണു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ എന്നോട് പറഞ്ഞു ആഡംബര ഫ്ലാറ്റാണ് അവിടെ ഇരിക്കണേന്ന് പറഞ്ഞു. പക്ഷേ ഫ്രിഡ്ജും TV ഒന്നും ഇല്ല എന്നവിടെ. ഉറപ്പായിട്ടും അത് വിശ്വന്റെ കാര്യം പറഞ്ഞാൽ പരിഹാരം ഉണ്ടാക്കും. ഇക്ബാൽ, ചേച്ചിക്കൊരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് കൊടുക്കണേ, മറക്കരുത്. പുതുതായിട്ട് വീടെടുക്കാതെ ഈ ഫ്ലാറ്റിൽ തുടരും എന്താണ്? അല്ല, ഇവിടെ തുടരും. പിന്നെ MLA ഓഫീസൊക്കെ തുടങ്ങാനുള്ളതായോ അതോ ഷാഫിയുടെ ഓഫീസിൽ തന്നെ? ഇല്ല, പുതിയ ഓഫീസായിരിക്കും. പുതിയ ഓഫീസ് ഇല്ല, അങ്ങനെയല്ല. അതിനിപ്പം ഞാൻ വിചാരിച്ചാൽ പോലും അങ്ങനെ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ പറ്റുന്ന ഒരു പ്രതിച്ഛായല്ല അയാൾക്കുള്ളത്.
അപ്പോൾ അതുകൊണ്ട് കെട്ടിക്കാം. അപ്പോൾ അതുകൊണ്ട് അത് നടക്കില്ല, നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഓഫീസ് എടുത്ത് പ്രവർത്തനം ആരംഭിക്കും. കഴിഞ്ഞ തവണ ബർത്ത്ഡേ ആഘോഷിച്ചപ്പോഴേ പാർട്ടി പ്രവർത്തകരും പറഞ്ഞിരുന്നു അടുത്ത തവണ രണ്ടാളും കൂടി വരണം. രണ്ടാളും അപ്പം അമ്മയുണ്ട്, ഇപ്പൊ രണ്ടാളല്ല, ഇപ്പൊ ഞങ്ങളെ കുടുംബത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഒരു 5-6 പേരുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ട്. ഇക്ബാൽ, ഒരു കാര്യം ചോദിക്കണം. രണ്ടാളല്ല, ഷാഫി വടകരയുടെ മരുമകനാണ്. പാലക്കാടിന്റെ മരുമകനാകാൻ തയ്യാറാണോ രാഹുൽ എന്ന്? ഒത്തില്ല. അമ്മയുടെ ഇപ്പൊ രണ്ടാമത്തെ ആഗ്രഹം ഫ്രിഡ്ജാണല്ലോ. ഇക്ബാൽ ഫ്രിഡ്ജിൽ വെക്കാതെ ചൂടോടെ കറിയൊക്കെ ഉണ്ടാക്കി ഒന്നിച്ച് കഴിക്കാനാണ് വേണ്ടേ? ഇക്ബാൽ, ആ ചോദ്യം ചോദിക്കണേ. ഞങ്ങള് നാട്ടിൽ പോയി കേൾക്കുന്നില്ല. ഇക്ബാൽ, എന്നെക്കാളും കൂടുതൽ അറിയാൻ നിങ്ങൾക്കല്ലേ രാഹുൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ? ഒന്നുമില്ല. ഈ അവനെ ഉപദേശം എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് എന്ത് ഉപദേശം? അത് പാലക്കാട്ട് ജനങ്ങൾ അവനെ ഉപദേശിക്കും, അവർ തിരിച്ച് മറുപടി കൊടുക്കും. അല്ല, പരമാവധി ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ 1-ാം ദിവസം വമ്പൻ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ പുതുമോടിയായി. പരമാവധി ഇപ്പം എൻ്റെ മുൻഗാമി ശ്രീ ഷാഫി പറമ്പിൽ, അദ്ദേഹത്തിൻ്റെ പദ്ധതികളുണ്ട്, വികസനോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിനപ്പുറമുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്തായിരുന്നു? കണക്ടിവിറ്റി ആയിരുന്നു, മാൻ ടു മാൻ. അപ്പോൾ അത് തന്നെയായിരിക്കും പ്രൈമറി ഫോക്കസ്. അവിടെ തന്നെ ബാക്കി എല്ലാം പോലും ആ വലിയ ചലഞ്ചാണ്. അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പോഴും എനിക്ക് ആ ചലഞ്ച് ഉണ്ടായിരുന്നു. കാരണം പിന്നെ ഷാഫി പറമ്പിലിനെ പോലെ ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരാളിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻഷിപ്പ് ഏറ്റെടുക്കുന്നത്. ഇപ്പം MLA ആകുമ്പോഴും അത് ആ ഒരു ഷാഫി ഒത്തിരി പൈസ ഭയങ്കരമായിട്ട് പറയുന്നു. ഇതൊക്കെ പേടാ. ജനങ്ങളുടെ അംഗീകാരം കിട്ടിയല്ലോ. പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഇതുവരെ ഒരു പാർട്ടിയിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത ചരിത്ര ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടുത്തെ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. അവ അത്രയും വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്, അത്രയും വലിയ വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അത് തിരിച്ചറിയാൻ കഴിവുള്ളൊരു പൊതുപ്രവർത്തനാണ് അയാൾ. അയാളെ നമ്മൾ ഉപദേശിച്ചിട്ട് അത് തിരിച്ചറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ KSU കോളേജ് യൂണിറ്റ് മുതൽ പൊതുപ്രവർത്തനം നടത്തി വരുന്ന ഒരാളാണ്. അപ്പം ജനങ്ങളുടെ വിശ്വാസം അതാണ് പ്രധാനം എന്ന് അറിയാവുന്ന ആളാണ്. അത് അറിഞ്ഞ് പ്രവർത്തിക്കും. പാലക്കാടിൻ്റെ മനസ്സറിഞ്ഞിട്ട് അദ്ദേഹം പ്രവർത്തിക്കും. ഞാനുണ്ടായതിനേക്കാൾ കൂടുതൽ അയാൾ പാലക്കാട് ഉണ്ടാവും. പാലക്കാടിൻ്റെ ശബ്ദമായിട്ട് നിയമസഭക്കകത്തും പുറത്തും അദ്ദേഹം ഉണ്ടാവുമെന്ന ഉറച്ച പ്രതീക്ഷ. ഞാനിവിടുത്തെ ഒരു വോട്ടറും കൂടിയാണ്. അപ്പം അല്ലേ ചന്ദ്രേട്ട? ഞാനും ചന്ദ്രേട്ടനൊക്കെ ഇവിടുത്തെ വോട്ടറാണ്. ചന്ദ്രേട്ടൻ പിരായിരിയുടെ ചാർജ് എടുത്തിട്ട് വലിയ ലീഡ് കൊടുത്തിട്ട് വന്നു. അപ്പം പിന്നെ ഒരു വോട്ടർ എന്നുള്ള നിലക്ക് കൂടി ആ പ്രതീക്ഷയും വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. അത് അദ്ദേഹം കാക്കുമെന്ന ഉറപ്പും ഞങ്ങൾക്കുണ്ട്. ഭൂരിപക്ഷം ആഗ്രഹിച്ചതുകൊണ്ട് സന്തോഷം തോന്നി, അഭിമാനം തോന്നി. കാരണം പിന്നെ നിങ്ങളിൽ എല്ലാവരും അല്ലെങ്കിൽ പലരും ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങൾ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ആരെങ്കിലുമൊക്കെ പറയുന്ന കേട്ടിട്ട്. അപ്പോഴും ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഫീഡ്ബാക്ക് കൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ അത് ഞങ്ങളുടെ പ്രതികരണം മാത്രമാവുകയും ഞങ്ങൾക്കെതിരെ പറയപ്പെടുന്ന കാര്യങ്ങൾ വലിയ ചർച്ചയുടെ പോയിന്റാക്കി മാറ്റി അതിൽ നിന്ന് പിന്നെ ഇംപ്രവൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ലോജിക്കുകളും ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ലോജിക്കായിട്ട് അവതരിപ്പിച്ച് പലതരത്തിലുള്ള ഇപ്പം ശീലമായി. വടകരയിലൊക്കെ കണ്ടതായതുകൊണ്ടും പാലക്കാട് ശ്രീകണ്ഠേട്ടൻ്റെ കാര്യത്തിൽ കണ്ടതായത് കുഴപ്പം. എന്നാലും അത്രയും ജനങ്ങളുടെ ഒരു പൾസും അവരുടെ റെസ്പോൺസും പിന്നെ മനസ്സിലാക്കാത്ത പല പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ സത്യം തുറന്നു പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ പല മീഡിയകളും കൊടുത്ത സ്പേസ്, വാർത്തക്ക് കൊടുത്ത സ്പേസ് എത്രത്തോളം അതിൻ്റെ വെർത്തായിരുന്നു എന്നുള്ളത് മാധ്യമങ്ങളും ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം ആരെങ്കിലും ഒരാൾ പിണങ്ങി അല്ലെങ്കിൽ ഒരാളുടെ രണ്ട് കുറ്റം പറയുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന കുറ്റമല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് വലിയ സ്പേസ് കൊടുക്കുന്നതും തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ ബിഹേവിയറും തമ്മിലുള്ള ബന്ധത്തെ മാധ്യമങ്ങളും ഒന്ന് പഠിക്കണം. എന്നിട്ട് ആർക്കാണോ അത്തരം സ്പേസിൻ്റെ വെർത്തുള്ളത് അവർക്ക് കൊടുക്കണം എന്നുള്ളത് ഒന്ന് പിന്നെ പറയാം. പല രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളെ ബഹിഷ്കരിക്കുന്ന സമീപനമൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഞങ്ങളോട് കാണിച്ചത് വെച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും ബഹിഷ്കരിക്കേണ്ടതായിരുന്നു. ഞങ്ങൾ ആരെയും അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ജനാധിപത്യത്തിൽ ഇതൊക്കെ ഉള്ളതാണ്. പക്ഷെ ഞാൻ വ്യക്തിപരമായി രാഹുലിന് നേരെ ഉണ്ടായിട്ടുള്ള വ്യക്തിയാധിക്ഷേപം
അതിന് എക്സ്ട്രീമായിരുന്നു. ഈ ഞങ്ങൾ ആരും മത്സരിച്ച സമയത്ത് ഞങ്ങൾക്ക് ആർക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഞാൻ രാഹുലിനെ അഭിനന്ദിക്കുകയാണ്. കാരണം ആരുടെയും സമനില തെറ്റുന്ന വ്യക്തിയാധിക്ഷേപത്തിൽ സമചിത്തതയോടുകൂടി അതിനെയെല്ലാം നേരിട്ടു എന്നുള്ളതാണ്. എനിക്ക് വ്യക്തിപരമായി മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. സന്തോഷമുള്ളത് ഞാൻ KSU പ്രസിഡൻ്റായ സമയത്ത് KSU ലീഡർഷിപ്പിലേക്ക് വന്ന ആളാണ് ഷാഫി പറമ്പിൽ പിന്നീട് നിയമസഭയിലെത്തി. എൻ്റെയും ഷാഫിയുടെയും കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ KSU ആയി വന്ന ആളാണ് പിന്നെ രാഹുൽ ഇപ്പോൾ നിയമസഭയിലെത്തി. ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം നിയമസഭയിൽ പോയത് ഞാനാണ് 2006. 11 ആയപ്പോഴത്തേക്ക് ഹൈബി, സാദത്ത്, ബൽറാം, അങ്ങനെ ഒരു ഷാഫി എല്ലാം ഒരു സംഘം നിയമസഭയിലെത്തി. 16 റോജി അടക്കമുള്ള ഒരു സംഘം വന്നു. തൊട്ടു മുമ്പ് ചാണ്ടി വന്നു, ഇപ്പോൾ മാത്യു വന്നു, സനീഷ് വന്നു. കുറേ ഞാൻ എൻ്റെ അച്ഛൻ ഇതിനിടയിൽ മരണപ്പെട്ടിട്ട് 5 ദിവസം കഴിഞ്ഞ് 5-ാമത്തെ ദിവസം വൈകുന്നേരം സഞ്ചയനം കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം തിരിച്ചു വീണ്ടും പാലക്കാട് വന്നതാണ്. ഞങ്ങൾക്കെല്ലാം വലിയ ഒരു നിയോഗവും വലിയ ദൗത്യവും ഉത്തരവാദിത്തമായിരുന്നു. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിൽ വീട് കയറിയതിനേക്കാൾ കൂടുതൽ വീട് കയറി. അതുപോലെ കയറിയവരുള്ള ചുമതല കൊടുത്ത എല്ലാവരും. ഞങ്ങൾ മാധ്യമങ്ങളിൽ പല വിശാരദന്മാരും വന്ന് പലത് പറയുമ്പോഴും ഉള്ളിൽ പലതും ചിരിയായിരുന്നു. കാരണം ഞങ്ങൾക്ക് അഹങ്കാരമൊന്നുമില്ല, വിനയത്തിലാണ് പറഞ്ഞത്. ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സറിയാമായിരുന്നു. അപ്പോൾ ആ കുറേ നാളത്തെ ക്ഷീണം, യാത്ര, അലച്ചിൽ, ഇന്നത്തെ മുഴുവൻ വിജയാഹ്ലാദ പ്രകടനം, പിന്നെ ഇടി, തിരക്ക്, വെയില്, ഇല്ലുമിനാറ്റി പാടി 3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുഴഞ്ഞു വീണ്. അപ്പോൾ അതായിരുന്നു. ഇപ്പോൾ ആശുപത്രിയിൽ പോയി ECG ഒക്കെ എടുത്തു, BP ഒക്കെ നോക്കി, ഡ്രിപ്പൊക്കെ ഇട്ടു. ഡ്രിപ്പ് ഇട്ട് പകുതി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഡോക്ടർ അനുവാദം വാങ്ങി ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഇങ്ങോട്ട് ഇവിടെ വരണമെന്നുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. എല്ലാവരും വിളിച്ചോണ്ടത് കുണ്ടറയാണ്. ഇത് വിളിക്കുന്നവർക്ക് മറുപടി പുള്ളി ആദ്യം ചെയ്ത് ചേച്ചിയെ വിളിച്ചു. കാരണം ഇനി വാർത്ത കണ്ടിട്ട് എന്തോ ആപത്താണ് വിചാരിച്ചു. ഞാൻ വൈഫിനെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ECG ഒക്കെ എടുത്ത് നോർമലാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ വീട്ടിലുള്ളവർ പേടിക്കുന്നുള്ളതുകൊണ്ട്. അടുത്തത് മധ്യവയസ്കനായ PK ഫിറോസ്കയോടൊക്കെയുള്ള സ്നേഹമായി. ഫിറോസ്കൊക്കെ ഞാനന്ന് സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പം നമുക്ക് ഇഷ്ടമുള്ള നേതാക്കന്മാരെ പറ്റിയുള്ള അതായത് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ രാഹുലിന്റെ ചാനൽ ചർച്ച കണ്ടിട്ടാണ് പ്രചോദനം ഉൾക്കൊണ്ടാണ് രാഷ്ട്രീയത്തിൽ സജീവമായത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയെ ഷാഫി എന്നോട് സംസാരിക്കാൻ വിളിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് പറയല്ല, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ഷാഫി സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ സ്ഥാനാർത്ഥിക്ക് കുറേ പരിമിതികളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫി ഭയങ്കര ഫ്രീ ആയിട്ടൊരു ഇലക്ഷൻ ലീഡ് ചെയ്യാൻ ഫ്രീ ആയിട്ട് ഇലക്ഷൻ ലീഡ് ചെയ്യാൻ ഷാഫിക്ക് സാധിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയൊരു മേൽക്കൈ അഡ്വാൻറ്റേജ് ആയിരുന്നു, സത്യമാണ്. മറ്റൊന്ന് UDFൻ്റെ ചെയർമാൻ ശ്രീകണ്ഠേട്ടനും അതുപോലെ തന്നെ കൺവീനർ മൗലവിയും ഇവരുടെ ഒരു കോമ്പിനേഷൻ, UDF മറ്റ് ഘടകകക്ഷികളെല്ലാവരും ചേർന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു ഫൈറ്റ്. ആ ഫൈറ്റ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ജയിക്കാൻ വേണ്ടി ഒരു ഫൈറ്റ് ആയിരുന്നില്ല. ഞങ്ങളുടെ ഭൂരിപക്ഷം ഈ പറഞ്ഞ പോലെ തുടക്കത്തിലെ ഞങ്ങളൊരു ചലഞ്ച് 5 അക്ക ഭൂരിപക്ഷം എന്നുള്ളതാണ്. അപ്പോൾ അത് മറികടന്ന് ഒരു 18K+ എന്ന് പറയുന്ന, അതായത് 18 Pro Max ആണ് രാഹുൽ. ഇപ്പോൾ 16 Pro ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ 18 Pro Max ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ഒരു അഭിമാനത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ഇല്ല, ഭയങ്കര സന്തോഷം. ഒന്നുമില്ല, അവൻ നന്നായി പ്രവർത്തിച്ചുള്ളൂ. അതിനകത്തിൽ എനിക്കൊന്നുമില്ല പറയാൻ. ഭയങ്കര സന്തോഷം, പ്രാർത്ഥനകൾ മാത്രം. അമ്മയ്ക്ക് ഒരിക്കൽ കൂടി ഒരു അവസരം തരികയാണ്. എല്ലാരും പറഞ്ഞല്ലോ, ഫ്രിഡ്ജ് വാങ്ങി തരാം. എനിക്കൊരു ടെൻഷനും ഇല്ല. എനിക്ക് നീ ചോദ്യം ചോദിക്കുന്നുണ്ട്, എനിക്ക് ടെൻഷൻ. പാലക്കാട്ടുകാരോട് പറഞ്ഞാൽ തീരാത്ത യാത്രയാണ്. കാരണം ഞാനൊരു തുടക്കക്കാരനാണല്ലോ. ഞാൻ ഭയങ്കര തുടക്കക്കാരനാണ്, ഞാൻ ഭയങ്കര ബിഗിനറാണ്. ഇപ്പം ഞാൻ വന്നിറങ്ങുമ്പം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞപ്പം ഇപ്പോൾ വിശ്വട്ടം കൊല്ലം ജില്ലക്കാരനായാലും എൻ്റെ തൊട്ട് പഞ്ചായത്താണ്. അപ്പോൾ നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മൾ അപ്പം എന്നാ ഏജ് ഡിഫറൻസ് പറയല്ലേ, കുട്ടിക്കാലം തൊട്ടേ നമ്മളിങ്ങനെ വിശ്വട്ടൻ്റെ വളർച്ചയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര വിശ്വട്ടൻ KSU പ്രസിഡന്റ് ആവുന്നു, നിയമസഭാ സാമാജികനാകുന്നൊക്കെ പറയുമ്പം നമുക്കുള്ളിലൊരു സന്തോഷമാണ്. അപ്പം അങ്ങനൊരു പദവിയിലേക്ക് ഒരാൾക്ക് എത്താൻ, എന്നെപ്പോലൊരു സാധാരണക്കാരൻ എത്താൻ പറ്റുമ്പം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത
വൈകാരികത അതിനകത്തുണ്ട്. അത് പറഞ്ഞ് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പം എനിക്ക് പാലക്കാട് അവസരം കിട്ടുന്നത്, ഇപ്പോൾ ഇവിടെ തുടക്കത്തിൽ ഞാൻ പാലക്കാട്ടേക്ക് മത്സരിക്കാൻ വരുമ്പോൾ തന്നെ ആദ്യത്തെ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്താണ്, വരുത്തനാണ്, എത്ര ദൂരെയാണ്, ജനങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ് ഇല്ലാത്ത, പിന്നെ തെക്കൻ എന്നുള്ള വിളി, അതൊക്കെ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ പറയുന്ന അധിക്ഷേപങ്ങളുണ്ട്. അപ്പം അതൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്കെതിരെ എന്തൊക്കെയാണ് പറഞ്ഞേ, കള്ളപ്പണക്കാരൻ വരെ ആക്കിയില്ലേ. കള്ളപ്പണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമുള്ളൊരു കേസല്ലേ. പിന്നെ നിങ്ങൾക്ക് ആ ബാഗേ ഒരു 40 ലക്ഷം രൂപ വെച്ചിട്ട് അത്ര ഈസി ആയിട്ട് ആ ബാഗ് ഒന്ന് ഉരുട്ടി കാണിച്ചു തരാമോ? ഞാൻ വെല്ലുവിളിക്കുവാണ്. കാരണം ഞാനേ 17 കൊല്ലം LIC-യിൽ ക്യാഷ് എണ്ണിയ ഒരു വ്യക്തിയാണ്, അറിയോ? 17 കൊല്ലം കൊട്ടാരക്കര ബ്രാഞ്ച് LIC ഓഫ് ഇന്ത്യയുടെ മെയിൻ ബ്രാഞ്ചായ ഒരു ബ്രാഞ്ചിലെ ക്യാഷ് എണ്ണിയ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അതിനകത്തൊരു 40 ലക്ഷം രൂപ വെച്ച് ഇത്ര ഈസി ആയിട്ട് ആ ബാഗ് ഒന്ന് ഉരുട്ടി കാണിക്കാൻ പറ്റുമോ? എന്നോട് ആ ചർച്ച വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞൊരു പോയിന്റ് അമ്മ, അപ്പോൾ ഈ ഫെന്നിങ്ങനെ ഉരുട്ടിക്കൊണ്ട് വന്ന ഒരു ഈസിനെസ് ഉണ്ടല്ലോ. അപ്പോൾ അമ്മ ക്യാഷിലായിരുന്നു. അപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പിന്നെ അത് പറഞ്ഞില്ല. അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവരോട് പറയണം, ഇപ്പോൾ ഈ ഡമ്മിയൊക്കെ വെച്ചല്ലോ, അത്രയും വെയിറ്റ് ഈ ഇപ്പോൾ ആ പെട്ടിക്കകത്ത് താങ്ങുന്ന നോട്ടിൻ്റെ വെയിറ്റ് ഒന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്ന് കറക്കി കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊന്ന് അവരോടൊന്ന് കാണിക്കാൻ പറഞ്ഞു. ബാക്കിയെല്ലാം ഇങ്ങനെ ഡമ്മി ചെയ്തല്ലോ എന്ന് പറയും. അപ്പോൾ ക്യാഷിൽ നിന്ന് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ആരോപണം ഉണ്ടായി. അപ്പോൾ ആ ആരോപണമൊക്കെ വരുമ്പം ഒരു തുടക്കക്കാരൻ നല്ല സ്വാഭാവികമായിട്ട് നമുക്ക് ചില പിന്നെ പതർച്ചകൾ ഉണ്ടാകുന്ന സാഹചര്യമാണ്. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങളെയാണ് രാവിലെ കാണുന്നത്, നിങ്ങളെല്ലാം വന്ന് ഈ ചോദ്യങ്ങളാണ് ചോദിച്ചത്. നിങ്ങളാരും കുറ്റം പറയല്ല, നിങ്ങൾ ഈ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് തന്നെ ഇതൊക്കെയാണോ ആളുകൾ ചിന്തിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്, ഇതൊരു കൺസേൺ ആകുമോ എന്ന് കരുതിയിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് മൈക്കിൻ്റെയും ഫ്രെയിമിൻ്റെയും മുന്നിൽ നിന്ന് മാറിയിട്ട് ആദ്യം കാണുന്ന പാലക്കാടുകാരൻ തരുന്നൊരു സ്നേഹമുണ്ട്. ഈ ട്രോളി വിവാദം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ ഇവിടെ ഒരു ചായക്കടയിൽ പോയി. അപ്പോൾ ഇങ്ങനെ ചായക്കടയുടെ ബില്ല് കൊടുക്കാൻ നേരം അപ്പം അവരിങ്ങനെ തമാശയായിട്ട് പറയാം, ട്രോളിയിൽ നിന്ന് നമ്മുടെ കൂടെ പൈസ കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞ് അത്ര ലൈറ്റായി തമാശയായിട്ട് അവരെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സ്നേഹമാണ് പാലക്കാടുകാരുള്ളത്. അതിന് ലൈഫ് ലോങ് ഒരു പാലക്കാടുകാരനായി ഇവിടെ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു കടം വീട്ടുക എന്ന് പറയുന്നൊരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. മറ്റൊരു പ്രധാന വിവാദം ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അത് ഇപ്പം ഇന്ന് ഞാൻ അദ്ദേഹത്തിന് കൈ കൊടുത്തു. ഇന്ന് അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനും അദ്ദേഹവും തമ്മിൽ കാണുന്ന ആദ്യത്തെ കൂടിക്കാഴ്ച. റിസൾട്ടൊക്കെ വന്നതിന് ശേഷം റിസൾട്ടൊക്കെ വന്നതിന് ശേഷം അദ്ദേഹത്തെ കാണുകയാണ്. അദ്ദേഹത്തെ കാണുമ്പം ഞാൻ കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കാണുന്നു, അദ്ദേഹത്തിന് ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു, അദ്ദേഹം ഷെയ്ക്ക് ഹാൻഡ് തന്നു. അതവിടെ അവസാനിച്ചു. ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിങ്ങിലായിരുന്നില്ല ആ ഷെയ്ക്ക് ഹാൻഡ് ശ്രമം, അത് മാധ്യമങ്ങളെ കൂട്ടിയിട്ടുള്ളൊരു ശ്രമമായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അതൊരു മാത്രമല്ല, നമ്മളൊരു ഇലക്ഷൻ ഫേസിൽ ഞാൻ അടിസ്ഥാന കോൺഗ്രസ് പ്രവർത്തകനാണ്. ആ പ്രവർത്തകരുടെ വികാരം ഞാൻ മാനിക്കണ്ടേ? ഹലോ, എന്താ ഫുഡ്ജോ ഇനി MLA-ക്ക് ആരൊക്കെ എന്തൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു പറയാനില്ല. അയാൾക്ക് കിട്ടുന്നതിൽ ഒരു അംശം എനിക്ക് തന്നാൽ മതി. ഫ്രിഡ്ജോ മിക്സിയോ എന്തൊക്കെ എന്തായാലും സ്വന്തമായിട്ടൊരു വീടായാലേ പാലക്കാട്ടുകാരനായല്ലോ. എല്ലാ പാലക്കാട് ജനങ്ങളൊക്കെ കൂടിയിട്ട് പാലക്കാട്ടുകാരനാക്കിയല്ലോ. വളരെ സന്തോഷത്തില്ല. അതാ അദ്ദേഹം ഷാഫിയെ പോലെ ജനപ്രിയനായിട്ട് ഈ പാലക്കാടിനെ സേവിക്കണം. അതിലും വലിയ അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ സോറി, കാണാതെ പറഞ്ഞു പോയതാട്ടാ. എന്തായാലേ എല്ലാ പുകമറകളും വിവാദങ്ങളും അവസാനിച്ച് ഒരു ക്ലീൻ സ്ലേറ്റിൽ പാലക്കാട് രാഷ്ട്രീയം തുടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ വിവാദങ്ങളൊക്കെ ഒരു തെരഞ്ഞെടുപ്പിനുണ്ടാക്കി വ്യക്തിഹത്യ നടത്തി അതൊന്നും സമൂഹത്തിൽ ഭിന്നത നടത്തി അതൊന്നും ഞങ്ങളുടെ നയമല്ല. അപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹം ഇവിടെ പാലക്കാട്ടുകാരുടെ സൗഹൃദവും സ്നേഹവും സന്തോഷവും നന്മയും തുടരണമെന്നാണ്. അതിന് പറ്റിയ ഒരു MLA ആയിരിക്കും, ജനപ്രതിയായിരിക്കും രാഹുൽ എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം, എല്ലാ പിന്തുണയും ഉണ്ടാകണം. താങ്ക് യു. ഇങ്ങനെ രാഹുലിൻ്റെ വീട്ടിലെ പ്രതികരണങ്ങൾ. തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനുണ്ടായിരുന്ന മുഴുവൻ സംഘവും അവിടെയുണ്ട്. ഇങ്ങനെയാണ് ആ സന്തോഷം പകരുന്നത്. ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്ന നേട്ടം, രാഹുൽ മാങ്കൂട്ടത്തിലൊരു MLA ആകുന്നു, എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? നോക്കൂ സ്മൃതി, ഈ പാലക്കാട് ശരിക്കും കോൺഗ്രസ് നടത്തിയ വലിയ തേരോട്ടമാണ്. കാരണം അടുത്ത കാലത്തൊന്നും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കാണാത്തത്ര ആരോപണങ്ങളെ നേരിടുകയും ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് ആരോപണങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാട് മാത്രമാണ്.
രാഷ്ട്രീയം എന്ന് പറയുന്ന സംവിധാനം അവിടെ ചർച്ച ചെയ്തിട്ടേ ഇല്ല. കാരണം ഈ പറഞ്ഞ ലോകസഭാ ഇലക്ഷനിലാണെങ്കിലും അതിന് മുൻപ് നിയമസഭാ ഇലക്ഷനിലാണെങ്കിലും ജനറൽ ഇലക്ഷനിൽ പോലും ഇത്രയൊന്നും ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല. സാധാരണ എല്ലാ ഇലക്ഷനിലും രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ ചേലക്കരയും പാലക്കാടും നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയോ രാഷ്ട്രീയം ചേലക്കര ചർച്ച ചെയ്തു, പാലക്കാട് ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ വിവാദങ്ങളോട് മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെയധികം മുന്നോട്ട് പോയി എന്നുള്ളത്. അത് എല്ലാ വിവാദങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഷാഫിയുടെ ബാക്കപ്പ് വിജയിക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം BJPക്ക് ജയിക്കാൻ വേണ്ടി ആ മണ്ഡലത്തെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ആരോപണം നേരിട്ടതാണ് ഷാഫി പറമ്പിൽ. അപ്പം ഷാഫി പറമ്പിലിൻ്റെ ബാക്കപ്പ് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് വളരെയധികം ഗുണം ചെയ്തു എന്നുള്ളതാണ്. കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും അധികം വോട്ട് നഷ്ടപ്പെടും BJP 2ാം സ്ഥാനത്തുണ്ടായിരുന്ന മണ്ഡലം. BJPക്ക് 450 വോട്ട് ലീഡ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ അത്രയും വോട്ടുകൾ തിരിച്ച് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്രയും ഈ പറഞ്ഞ 7,000-ത്തിലധികം വോട്ടിലേക്ക് ലീഡ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വരാൻ കാരണം ഷാഫി പറമ്പിലിനും കൂടിയുള്ളൊരു ബന്ധമുണ്ട്. അതുപോലെ തന്നെയാണ് VK ശ്രീകണ്ഠനെ അങ്ങനെ ചെറുതായി കാണാൻ പറ്റില്ല. അവിടെ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ഈ ആരോപണങ്ങളിൽ ഒരു ഒത്തൊരുമ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞ ഫസ്റ്റ് തുടങ്ങിയ ഈ കത്ത് വിവാദം തുടങ്ങി ഇങ്ങോട്ട് നേതാക്കന്മാർക്കെതിരെ വന്ന ആരോപണങ്ങൾ, കെ മുരളീധരനെതിരെ വന്ന വാർത്തകൾ, അതെല്ലാം ഒത്തൊരുമിക്കാനുള്ള ഒരു സംവിധാനം പാലക്കാട് എത്തിച്ചുള്ളൂ. പാലക്കാടിൻ്റെ ഇലക്ഷൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വന്നപ്പോഴത്തേക്ക് നേതാക്കന്മാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് ഇത്രയും വലിയ വിജയത്തിന് കാരണമായിട്ട് ഞാൻ കാണുന്നത്. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കന്നി അംഗമാണ്. കന്നി അംഗത്ത് വിജയിച്ച് കയറാൻ കഴിയുക എന്നുള്ളത് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഇത്രയും അധികം വോട്ടോട് കൂടി, കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാലക്കാട് ഇത്രയും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ലഭിക്കുന്നത്. അത്രയധികം വോട്ടോട് കൂടി വിജയിച്ച് കയറാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഷാഫി പറമ്പിലിനേക്കാൾ ഇത് ജനപ്രിയനായ 3 ടൈം പിന്നെ അവിടെ MLA ആയിരുന്നു ജനപ്രിയനായ ഷാഫിനേക്കാളും നല്ല ആളായി, അതായത് അതിനേക്കാളും അധികം വോട്ടോട് കൂടിയിട്ട് കന്നി അംഗക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിന് വരാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളിലും അവർ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് എല്ലാ വിവാദങ്ങൾക്കും അവർ മറുപടി പറഞ്ഞു പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അവർക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ആരും സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ രാഷ്ട്രീയം ചർച്ച ചെയ്ത് എടുക്കേണ്ട വോട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം ഇപ്പോൾ പെട്ടി വിവാദത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറയുമ്പോൾ ഒരു പിന്നെ ഇടതുപക്ഷ പാർട്ടി അല്ലെങ്കിൽ പിന്നെ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് മാധ്യമങ്ങൾ എന്നുള്ള നിലയ്ക്ക് കൊടുക്കുക, അല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. അവരുടെ മുന്നിൽ നമുക്ക് ഏത് വാർത്തകളാണോ വരുന്നത് അത് കൊടുക്കുക എന്നുള്ള. പക്ഷേ എന്താണ്, അതിന് മറുപടി പറയേണ്ടത് ആരാണോ അതിൻ്റെ വിക്റ്റിമായി വരുന്നത് അവർ മറുപടി പറഞ്ഞു പോകുക എന്നുള്ളത്. ആ കാര്യത്തിനകത്ത് ഷാഫി ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും UDFൻ്റെ ഭാഗത്തുള്ള നേതാക്കന്മാരാണെങ്കിലും വിജയിച്ചു എന്നുള്ളതിനകത്ത് ഒരു സംശയം വേണ്ട. അതിൻ്റെ മുകൾ തട്ടിൽ നിന്നിരുന്ന വിവാദങ്ങളൊക്കെ ആ മുകൾ തട്ടിൽ തന്നെ നിന്നു. പക്ഷേ ജനങ്ങൾ അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കുകയും ആ വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ഈ വിവാദങ്ങളൊന്നും പെടാതെ അവരവരുടെ രാഷ്ട്രീയ തീരുമാനം നടപ്പാക്കുകയും ചെയ്തു. അങ്ങനല്ലേ? പാലക്കാട് രാഷ്ട്രീയം ചർച്ചയായിട്ടില്ല എന്ന് പറയുന്നത് നേതാക്കന്മാരും മാധ്യമങ്ങളും മാത്രമേ ചർച്ചയാക്കാതിരുന്നുള്ളൂ. കാരണം ജനങ്ങൾ കാര്യമായിട്ട് ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഈ പറഞ്ഞ വിധി നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇത്രയും അധികം ലീഡോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു കന്നി അംഗക്കാരന് മുന്നോട്ട് വരാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്കും ഒരു പിന്നെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു യുവ നേതാവ് എന്നുള്ള നിലയ്ക്കും രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണം ചെയ്തു എന്നുള്ളതാണ്. മറുപടി പറയുക എന്നുള്ളത് മാത്രമല്ല പക്വതയോടുകൂടി സംസാരിക്കുക എന്നുള്ളത്. കാരണം ഒരു യുവ നേതാക്കന്മാർക്ക് വരുന്നതിനേക്കാൾ, കാരണം ഞാനൊരു സീനിയറായ നേതാക്കന്മാർ വരെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. നമ്മൾ 2 വാർത്ത കൊടുക്കുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുക. അങ്ങനെ ആ സമയത്ത് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പക്വതയോടുകൂടി അതിനെ കൈകാര്യം ചെയ്തു. ഇപ്പോൾ തന്നെ സംസാരിക്കുമ്പോൾ അതെങ്ങനെ അതിന് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിരിക്കുന്നത് ഇത്രയും കാലം ഞാൻ നോക്കിയത് ഷാഫി പറമ്പിലാണ്. അതായത് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനകത്തും നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്നതിനകത്തും ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്നതിനകത്തും ഏറ്റവും അധികം പ്രാഗൽഭ്യം നേടിയിട്ടുള്ള നേതാവ് എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ്. ആ ഷാഫി പറമ്പിൻ്റെ പാത പിന്തുടരാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കാര്യത്തിനകത്ത്. ഒരു ടോൺ ഇത്തിരി മാറിയാൽ മതിയല്ലോ. വളരെ താഴ്ന്ന ശബ്ദത്തിലാണ് മറുപടികൾ തരുന്നത്. വളരെ ശക്തമായിട്ട് തന്നെ മറുപടി. നമുക്കൊന്ന് ചേലക്കരയിലേക്ക് പോയാലോ? അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ, ചേലക്കരയിൽ വൻ വിജയം എന്നതാണ് LDF പറയുന്നത്. 12,201 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷത്തെ എങ്ങനെയാണ് CPM വിശദീകരിക്കുന്നത്? കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന രീതിയിൽ അതിനെ വിലയിരുത്തിയ ഘട്ടത്തിലാണ്. അങ്ങനെയല്ല, ഇഞ്ചോടിഞ്ച് പോരാട്ടമല്ല, ഞങ്ങളേറെ മുന്നിലായിരുന്നു. നമ്മൾ വോട്ടെണ്ണുമ്പോൾ കണ്ടതാണല്ലോ, ഒരു ഘട്ടത്തിൽ പോലും രമ്യ മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇടതുപക്ഷം അതിനെ വിലയിരുത്തുന്നത്?
സ്മൃതി, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ ചെറുക്കുന്ന ഒരു വിജയമാണ് ഇപ്പോൾ LDF നേടിയിരിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 5000-ത്തിന് താഴത്തേക്ക് ഭൂരിപക്ഷം താഴ്ത്താൻ രമ്യ ഹരിദാസിന് കഴിഞ്ഞിരുന്നു. അതേസമയം അത് വീണ്ടും 12ലേക്ക് ഉയർത്താൻ ഇപ്പോൾ LDFന് കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ കെ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ 39,000-ഓളം ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും അത്രത്തോളം എത്തിയില്ലെങ്കിൽ പോലും ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും എന്ന ഒരു പ്രവചനം അതും അസ്ഥാനത്തായിരിക്കുകയാണ്. നിയമസഭാ മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലും ആധികാരികമായ ലീഡ് LDFന് നേടാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് LDFിൻ്റെ ഇടത് കോട്ടകളായ വരവൂർ, അതോടൊപ്പം തന്നെ ദേശമംഗലം, വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്ന് മാത്രം വലിയ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് നേടാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് 8500-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഈ 4 പഞ്ചായത്തുകളിൽ നിന്നും നേടാൻ കഴിഞ്ഞത്. ഇതിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ BJP 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. മറ്റൊരു പഞ്ചായത്തിൽ പോലും UDFന് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല എന്നതും പ്രത്യേകതയാണ്. മാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസമാണ് EP ജയരാജനുമായി ബന്ധപ്പെട്ട ആത്മകഥാ വിവാദമടക്കം ഉണ്ടായത്. പക്ഷേ ഇതൊന്നും തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJP ഇവിടെ വോട്ട് ഉയർത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് 2021 അപേക്ഷിച്ച് 10,000-ഓളം വോട്ടാണ് BJP ഉയർത്തിയിരിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ UDFിൻ്റെ വോട്ട് ബാങ്കിൽ നിന്നാണ് ഈ വിള്ളലുണ്ടാക്കിയത് എന്ന് നിസ്സംശയം പറയുകയും ചെയ്യാം. പ്രത്യേകിച്ച് പഴയന്നൂർ, അതോടൊപ്പം തന്നെ മുള്ളൂർക്കര അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ BJPക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. മണ്ഡലത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കൂടി BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇത്തരത്തിൽ DMK സ്ഥാനാർത്ഥി, അതായത് DMK സ്ഥാനാർത്ഥി 4000-ഓളം വോട്ട് ഈ തിരഞ്ഞെടുപ്പിൽ പിടിക്കുകയും ചെയ്തു. ഇതും UDFിൻ്റെ വോട്ട് ബാങ്കിൽ നിന്നാണ് ഈ വിള്ളലുണ്ടാക്കിയത് എന്നതും നിസ്സംശയം പറയാം. അത്തരത്തിൽ നേരത്തെ പ്രവചിക്കാൻ കഴിയാത്ത പല പ്രതിസന്ധികളും ഇത്തവണ UDFിനുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ, എതിർപ്പുകൾ ഉയരുന്നുണ്ട്. ഇതും വരും ദിവസങ്ങളിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. എന്തായാലും UR പ്രദീപ് 2016 നേടിയത് 10,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അത് വീണ്ടും ഉയർത്തി 12,201 എന്ന സംഖ്യയിലേക്ക് എത്തിക്കാൻ UR പ്രദീപിന് കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ തിരഞ്ഞെടുപ്പിനൊക്കെ ഇന്ധനം നൽകാവുന്ന ഒരു വിജയമായിട്ടാണ് ഇതിനെ ഇടതുപക്ഷം കണക്കാക്കുന്നത്. എന്തായാലും ചേലക്കര തുടർച്ചയായി 7ാം തവണയും ഇടതുപക്ഷം ചേലക്കരയിൽ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. സ്മൃതി, ശരി, നമുക്ക് വയനാട് കൂടി ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. വയനാട് നമ്മുടെ പ്രതിനിധി VS രഞ്ജിത്തുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ വയനാട് മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ്, അല്ലെ, ആ മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അങ്ങനെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ പോലും കോൺഗ്രസിന്, പ്രത്യേകിച്ച് UDFന്, ലീഗിന് ഒക്കെ അവരുടെ വോട്ട് ഏറെക്കുറെ നന്നായി തന്നെ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പോളിംഗ് യഥാർത്ഥത്തിൽ ബാധിച്ചിരിക്കുന്നത്, പോളിംഗ് പെർസെൻറ്റേജിൻ്റെ ആ ഡിക്ലൈൻ യഥാർത്ഥത്തിൽ ബാധിച്ചിരിക്കുന്നത് LDFനെയും അതുപോലെ തന്നെ BJPയുമാണ്. എന്നാൽ അവരുടെ പ്രകടനങ്ങൾ അത്ര മോശമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ആ പോളിംഗ് പെർസെൻറ്റേജിൻ്റെ ഡിക്ലൈൻ അവരുടെ വോട്ടിൽ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നവ്യ ഹരിദാസൊക്കെ നന്നായി പെർഫോം ചെയ്തു എന്ന് തന്നെ വേണം വിലയിരുത്താൻ. കുറച്ചൊരു പിന്നോട്ട് പോയത് സത്യൻ മൊകേരിയാണ്. ഏതായാലും 4 ലക്ഷം എന്ന് പറയുന്ന ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിക്ക് എത്താൻ കഴിഞ്ഞു, പല പ്രവചനങ്ങളെയും അതിജീവിച്ചുകൊണ്ട്. നമ്മളൊരു 3-3.5 വരെയാണ് പരമാവധി പ്രതീക്ഷിച്ചത്. ഏതായാലും പ്രിയങ്ക ഗാന്ധിക്ക് തിളക്കമായൊരു വിജയം വയനാട്ടിൽ നിന്നുണ്ടായി എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിനുണ്ടോ? ഇടതുപക്ഷത്തിന് ഈ പറയുന്ന സത്യൻ മൊകേരിയെ പോലൊരു പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ രംഗത്തിറക്കിയിട്ടും വോട്ട് കുറഞ്ഞതിനെക്കുറിച്ച് അവരുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഉണ്ണി ബാലകൃഷ്ണൻ, ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് 2 കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തിയത് പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആൾക്കൂട്ടമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നത്, സാധാരണഗതിയിൽ നമ്മൾ പറയും ഒരു പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന ഒരു ഫാക്ടർ ഉണ്ടാവണമല്ലോ. ഇവിടെ ജനങ്ങളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ഉണ്ടായിരുന്ന ഒരേ ഒരു ഫാക്ടർ പ്രിയങ്ക ഗാന്ധിയെപ്പോലെ ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരി ആദ്യമായി കന്നിയംഗത്തിലെത്തുമ്പോൾ ആ ഒരു ആങ്സൈറ്റിയും അവരോടുള്ള അഭിനിവേശവും ഒക്കെയുള്ള ആളുകൾ കൂട്ടത്തോടുകൂടി പോൾ ചെയ്യാനെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയ 9,50,767 പേരിൽ 6,22,338 പേരും എന്ന് പറഞ്ഞാൽ ഏകദേശം 64.99% ആളുകളും വോട്ട് രേഖപ്പെടുത്തിയത് അത് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി
വേണ്ടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ വയനാടിനെ സ്വാധീനിച്ച ഒരേ ഒരു ഘടകം പ്രിയങ്കാ ഗാന്ധിയാണ്. സ്വാഭാവികമായിട്ടും CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ഗ്യാങ്ങിൽപ്പെട്ട LDF-ന്റെ വോട്ട് ബാങ്കിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന് പ്രത്യേകിച്ച് രാഷ്ട്രീയ നേട്ടങ്ങളൊന്നും ഉണ്ടാകാനില്ല. രാഹുൽ ഗാന്ധി തൻ്റെ പിൻഗാമിയായി പ്രിയങ്കാ ഗാന്ധിയെ വാഴിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി LDF അനുഭാവമുള്ള ആളുകൾ വരണമെന്നില്ല എന്നുള്ളത് ഒന്ന്. രണ്ട്, ഉപതെരഞ്ഞെടുപ്പിനോടുള്ള ഒരു മടുപ്പും ഇവിടെ ഉണ്ടായിരുന്നു. ഏതായാലും പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ ആളുകൾ കൂട്ടത്തോടെ എത്തി. മാത്രവുമല്ല, ഇവിടെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ ഏകദേശം 5% വോട്ട് പ്രിയങ്കാ ഗാന്ധിക്ക് കിട്ടി എന്നുള്ളത് കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറി. അതുപോലെ തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം, ഇവിടെ ഈ LDF-നോ BJP-ക്കോ വലിയൊരു തിരിച്ചടി ഉണ്ടായി എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ്, LDF-ൻ്റെയോ BJP-യുടെയോ വോട്ടർമാർക്കോ അവരുടെ അനുഭാവികളെ സംബന്ധിച്ചോ അവരെ പോളിംഗ് ബൂത്തിലെത്തിക്കുന്ന പ്രത്യേക ഘടകങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. മറിച്ച് LDF-ഉം BJP-യും ഒക്കെ നല്ല രാഷ്ട്രീയ പ്രചരണം മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. ആ രാഷ്ട്രീയ പ്രചരണം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ കൃത്യമായ കേഡർ വോട്ടുകൾ അത് 2,11,000 സത്യൻ മുഖേരിക്കും 1,10,000 BJP-ക്കും കിട്ടിയത് അവരുടെ കൃത്യമായ പോളിംഗ് ആണ്, അവരുടെ കൃത്യമായ പാർട്ടി വോട്ടുകളാണ്. അതിൽ നവ്യ ഹരിദാസ് ഒരു നല്ല നില മെച്ചപ്പെടുത്തി. കാരണം കെ സുരേന്ദ്രന് കിട്ടിയതിനേക്കാൾ 1.5% വോട്ട് മാത്രമാണ് നവ്യ ഹരിദാസിന് കുറഞ്ഞത് എന്നുള്ളതാണ്. എന്നാൽ സത്യൻ മുഖേരിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടിയ ആനി രാജയേക്കാൾ 4% കുറവാണ്. സത്യൻ മുഖേരി പറഞ്ഞു എങ്ങനെ വോട്ട് കുറഞ്ഞു എന്ന് പരിശോധിക്കുമെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് വയനാടിനെ സംബന്ധിച്ച് പ്രിയങ്കാ ഗാന്ധിയെ മാത്രമായിരുന്നു ഇവിടെ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. അതുകൊണ്ട് പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകളെത്തി, അവർ വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് കുറഞ്ഞ പോളിംഗ് അത് UDF-നെ ബാധിക്കാതിരുന്നത്. നല്ല പോളിംഗോടുകൂടി പ്രിയങ്കാ ഗാന്ധിക്ക് കന്യംഗത്തിൽ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. രാഷ്ട്രീയമായി ഒരു ദിശാസൂചനയും ഇവിടെ ഇല്ല. 2024 വയനാട് എന്ത് രാഷ്ട്രീയമാണോ മുന്നോട്ട് വെച്ചത് അതേ രാഷ്ട്രീയം തന്നെയാണ് ഇക്കുറിയും വയനാട് പറയുന്നത്. ഓക്കെ, TV പ്രസാദ് കൂടി നമുക്കൊപ്പമുണ്ട് വിശകലനവുമായി. TV പ്രസാദ്, ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആണ് ചേലക്കര എന്നാണ് VD സതീശനും K സുധാകരനും അടക്കം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത്. അനിലക്കര അടക്കമുള്ള നേതാക്കൾ പ്രചാരണ പരിപാടികളിൽ, ടെലിവിഷൻ ചർച്ചകളിലൊക്കെ വന്ന നേതാക്കൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. പക്ഷേ ചേലക്കര പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതിൽ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു UDF-ന്, കോൺഗ്രസിന്. 2026 ഒരു കർട്ടൺ റൈസർ സെമി ഫൈനൽ എന്ന രീതിയിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ നമുക്ക് എങ്ങനെ വിശകലനം ചെയ്യാം പ്രസാദ്? സുജിയ, ഇടതുപക്ഷത്തിന് വലിയ നേട്ടമൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും വലിയ തിരിച്ചടിയില്ല എന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് ഇന്നുണ്ടായത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം എന്ന രീതിയിലുള്ള UDF പ്രചരണത്തെ മറികടക്കാനും ഇടതുമുന്നണിക്ക് കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു 5 മിനിറ്റ് മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള വിശദീകരണം വന്നത്. അതിൽ കൃത്യമായി പറയുന്നത് ഭരണവിരുദ്ധ വികാരമില്ല. ഒപ്പം പാലക്കാട്ട് UDF ജയിച്ചത് അത് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണ്. അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങളുമായി ഈ സർക്കാർ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നും ഒരു തരത്തിലുള്ള വിവാദങ്ങളും ഈ ഉപതെരഞ്ഞെടുപ്പിനെയോ സർക്കാരിന്റെ നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിലേക്കോ പോയിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയായി വന്നത്. സുജയ പറഞ്ഞതുപോലെ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ഇടതുമുന്നണിക്ക് കരുത്ത് പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം ആണ് എന്ന് തന്നെയാണ് LDF നേതാക്കൾ ഇതിനെ വിശദീകരിക്കുന്നത്. കാരണം ആ ഫലം മറിച്ചായിരുന്നുവെങ്കിൽ, ചേലക്കരയിൽ മറിച്ചായിരുന്നു ഫലമെങ്കിൽ തീർച്ചയായും ഇടതുപക്ഷത്തിനെതിരായി വലിയ കോപ്പുകൂട്ടൽ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുമായിരുന്നു. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു എന്ന നിലയിൽ. എന്തായാലും പാലക്കാട്ടെ ഫലം എടുത്തു നോക്കിയാൽ ഒരല്പമെങ്കിലും 800 അത് കൂട്ടാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ഒരു നേട്ടം തന്നെയാണ്. സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു വിജയം അത് ചേലക്കരയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെയുള്ള ആ വിജയത്തിന്റെ അത്ര എത്തിയില്ലെങ്കിൽ പോലും അതോടൊപ്പം തന്നെ സത്യൻ മുഖേരിയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി വയനാട്ടിലെത്തിയിട്ട് വലിയ തിരിച്ചടി എന്ന് പറയാൻ ഇല്ല എന്നുള്ളതും LDF-ന് ആശ്വാസം തന്നെയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് അത് പ്രതിപക്ഷത്തിന് പോയാൽ അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ ഇടതു നേതാക്കൾക്ക് കഴിയും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. സുജയ.
ഈ ചേലക്കരയിലെ പോളിംഗ് ദിവസം പി ജയരാജന്റെ ബുക്ക് വിവാദമൊന്നും എവിടെ ഏശിയിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? അല്ലെങ്കിൽ ഈ ബുക്ക് വിവാദമൊക്കെ ഒരു ശതമാനമെങ്കിലും ഏശിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ പറയുന്ന ഇതിൽ ബാധിച്ചേനെ. അല്ല, പക്ഷേ ഈ ബുക്ക് വിവാദമൊക്കെ അപ്പുറത്ത് ഈ പറയുന്ന ചേലക്കര അതിൻ്റെ രാഷ്ട്രീയം സംസാരിക്കുകയും ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് വോട്ട് ചെയ്യുകയും ചെയ്തു. ആ വോട്ട് ഏതായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായൊരു കാര്യം തന്നെയാണ്, അതിനകത്തൊരു സംശയവുമില്ല. വിജയമാണ്. അത് രാഷ്ട്രീയമായി തന്നെ അവിടെ ആ വിജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ഷൻ ബാധിച്ചിരിക്കുന്നത് BJP-യുടെ ആയിരിക്കും. ആണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അപ്പർ ഹാൻഡ് പാലക്കാട് കിട്ടിയപ്പോൾ അവരൊരു സേഫ് സോണിലെത്തി. വയനാട് പാലക്കാടും എത്തിയപ്പോൾ അതുപോലെ തന്നെ ചേലക്കര നിലനിർത്താൻ കഴിഞ്ഞതോടുകൂടി ഭരണവിരുദ്ധ വികാരമില്ല എന്ന് വേണമെങ്കിൽ സർക്കാരിന് പറയാം. കാരണം അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി പറയുന്നത് അവർ ജനപ്രിയ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന കോട്ടയിൽ നിന്ന് വോട്ട് ചോർന്നതിന് മറുപടി പറയേണ്ടി വരും. ചേലക്കരയിലോ? അല്ല, ചേലക്കരയിൽ 10,000 വോട്ട് കൂട്ടി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവർ ജയിച്ച് കയറാൻ പറ്റിയൊരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് ഉണ്ടാവുന്നതിന് മാത്രം മറുപടി പറയുക എന്നുള്ളതിന് മാത്രമല്ല തൃശ്ശൂരിന് ഒരു തുടർച്ചയുണ്ടാകുമെന്ന് അവകാശപ്പെട്ടു. അതെ. അല്ല, ഞാൻ പറയുന്നത് മൊത്തത്തിൽ ഈ ഇലക്ഷൻ ബാധിച്ചത് എന്ന് എനിക്ക് തോന്നുന്നത് BJP-നെ ആകാനാണ് സാധ്യത. അല്ലെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കയ്യിൽ 1% വോട്ടെങ്കിലും കുറഞ്ഞാൽ 2000. കോൺഗ്രസ് ചേലക്കര പിടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ച് അവകാശപ്പെടുന്നു. അവരുടെ ആ ക്ലെയിം പോകുന്നു. KC വേണുഗോപാൽ എന്താണ് പറഞ്ഞത്? ചേലക്കര പിടിച്ചാലേ രാഷ്ട്രീയ വിജയം UDF-ന് അവകാശപ്പെടാൻ കഴിയുന്നതാണ്. അല്ല, അത് കാര്യമാണ്. ആ കാര്യത്തിനെ കുറിച്ച് ഡൗട്ടില്ല. പക്ഷേ നഷ്ടമില്ല എന്നുള്ളതാണ്. ഇപ്പൊ ചേലക്കരയിൽ പാലക്കാട് UDF-ന് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ചേലക്കര ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അല്ലല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJP-ക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറിയാണ്. നിലവിൽ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എല്ലാവരും. വയനാട്ടിൽ BJP-യുടെ ബേസ് വോട്ട് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 1.5% ഡിക്ലൈൻ മാത്രമാണ് വയനാട്ടിൽ BJP. അത് ടോട്ടൽ പോളിംഗ് പെർസെന്റേജ് ഡിക്ലൈൻ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത്രയുള്ളതാണ്. ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. പക്ഷേ ഇടതുപക്ഷത്തിൽ സുരേന്ദ്രൻ പിടിച്ച വോട്ട് നവ്യ ഹരിദാസിന് നിലനിർത്താൻ പറ്റിയെന്നുള്ളതാണ്. അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളി 75-ൽ കടന്നതാണ്. അവിടെ നിന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ K. സുരേന്ദ്രൻ അത് 1.40-ലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ 1.11 അവസാനം വരുമ്പോൾ നവ്യ ഹരിദാസ് എത്തുന്നത്. ആ സെക്കൻഡ് ബെസ്റ്റ് ആണ് നവ്യ ഹരിദാസിൻ്റെത്. സെക്കൻഡ് ബെസ്റ്റ് ആണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഏറ്റവും അവിടെ ഒരു നല്ല മികച്ച പ്രകടനം നിശ്ചയമായും BJP-ക്ക് കാണിക്കാൻ കഴിഞ്ഞു. ചേലക്കരയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതേസമയം പാലക്കാട് അവർക്കുണ്ടായിട്ടുള്ള നഷ്ടം എന്ന് പറയുന്നത് ആ പാർട്ടിയെ അതവരുടെ സ്ട്രോങ് ഹോൾഡ്സിലാണ്. അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കേണ്ടതാണ്. ആരാണ് പാലം വലിച്ചതെന്നൊക്കെ അവർ തന്നെ കണ്ടെത്തേണ്ട കാര്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ BJP-യിൽ അകത്തുനിന്ന് പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. സംഘാടനത്തിൽ പിഴവാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അകത്തുനിന്ന് തന്നെ ഉയരുകയാണ്. അപ്പോൾ ആ രൂപത്തിൽ പാർട്ടിക്കകത്തും അതൊരു ചർച്ചയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും നമ്മുടെ ചർച്ച ഇവിടെ തൽക്കാലം ഒന്ന് നിർത്തിയ ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരാവുന്നതാണ്. മീറ്റ് ദ എഡിറ്റേഴ്സിൽ